സൂരജ്, നമ്മൾ ബേസിക് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചില പേഷ്യൻസിന് കൊടുത്തിട്ടും അത് ഫലിക്കാതെ വരാറുണ്ടല്ലോ. അപ്പം നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയർ എന്തായിരിക്കും? നമ്മൾ സാധാരണ എല്ലാ പേഷ്യൻസിനും പറഞ്ഞതുപോലെ തന്നെ ഫോളിക്കുലർ സ്റ്റഡി ചെയ്തു, നോർമലാണ്. സെമൻ അനാലിസിസ് ചെയ്തു, നോർമലാണ്. ട്യൂബ് ടെസ്റ്റ് ചെയ്തു, നോർമലാണ്. ഇതെല്ലാം നോർമലായി വന്നെങ്കിൽ പോലും പല പേഷ്യൻസിനും നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷൻ, അതായത് പ്രഗ്നൻസിക്ക് ആകുന്നതിന് വേണ്ടിയുള്ള മെഡിസിൻ കൊടുത്തിട്ടും പ്രഗ്നൻസി റിസൾട്ട് കിട്ടാതെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ അതിനെ ലേബൽ ചെയ്യുന്ന അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നാണ് ലേബൽ ചെയ്യുന്നത്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയിൽ നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻട്രായൂട്ടറൈൻ ഇൻസെമിനേഷൻ ആണ്. ഇൻട്രായൂട്ടറൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ബീജം പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ ആക്റ്റീവായിട്ടുള്ള സ്പോംസ് ഇഞ്ചെക്ട് ചെയ്യുന്നതിനെയാണ് ഇൻട്രായൂട്ടറൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. യൂട്രസിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി നോർമൽ ഇൻ്റർകോഴ്സ് വഴി ആകുന്നതിനേക്കാളും ചാൻസ്, ഒരു 10% ചാൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ പല പേഷ്യൻസ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നേരെ IVF പോകുന്നതായിട്ട് കാണാറുണ്ട്. ഈ IVF എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. വളരെ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. IUIയിൽ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. അത് മാത്രമല്ല IUIയിൽ ഒരു 10% ചാൻസ് കൂടുതലുണ്ട്. നോർമലി ഇൻ്റർകോഴ്സ് വഴി ആകുന്നതിനേക്കാളും ഒരു 10% ചാൻസ് കൂടുതലായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന്, അതായത് നമ്മൾ വൈഫിന് നമ്മൾ ഓവുലേഷനുള്ള മെഡിസിൻ നമ്മൾ കൊടുക്കും. ചിലപ്പോൾ ഇഞ്ചക്ഷനും വേണ്ടി, ഹോർമോൺ ഇഞ്ചക്ഷനും വേണ്ടി വരും. സക്സസ് റേറ്റ് കൂടുന്നതിനും ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നതിനും, അതായത് അണ്ടം ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഇഞ്ചക്ഷൻ കൂടി ചില കേസുകളിൽ വേണ്ടി വരാറുണ്ട്. എന്നിട്ട് 12ാമത്തെ ദിവസം സ്കാൻ ചെയ്തിട്ട് മെച്യൂർ ഫോളിക്കിളാണ് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എഗ് റിലീസ് ആകാനുള്ള ഇഞ്ചക്ഷൻ എടുക്കും. ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം 36 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ IUI എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. പലർക്കും ഈ IUI കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്ന ടെൻഷൻ എന്ന് വെച്ചാൽ ഇത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണോ, അങ്ങനെയുള്ള ടെൻഷൻ. പക്ഷേ ഇത് പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇതിന് വേദന ഇല്ല, എളുപ്പം ചെയ്യാവുന്നതാണ്. പേഷ്യൻറ്റിന് ഹോസ്പിറ്റൽ സ്റ്റേയുടെ ആവശ്യമില്ല. നമ്മൾ ചെയ്ത അന്നേ ദിവസം തന്നെ പേഷ്യൻറ്റ് വീട്ടിൽ പോകാം. ഒരു നാച്ചുറലി നമ്മൾ ട്രൈ ചെയ്ത പോലെ രീതിയിലുള്ള ഒരു ഇത് തന്നെ ഒരു ലെവലിൽ തന്നെ പേഷ്യൻസിന് നമുക്ക് IVF ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര റെസ്റ്റ് വേണം എന്നൊക്കെ ഉള്ള ഒരു ആൻസൈറ്റി അവയുടെ മനസ്സിലുണ്ട്. ഇതിന് അങ്ങനത്തെ ഒരു ആൻസൈറ്റിയുടെ ആവശ്യമൊന്നും ഇല്ല. IUI ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതേ സൈക്കിളിൽ നാച്ചുറലി ട്രൈ ചെയ്യുകയും കൂടി ചെയ്യാം. അത് കൂടാതെ തന്നെ IUI ചെയ്യുന്ന സൈക്കിളിൽ തന്നെ നമ്മൾ 4 ദിവസം അവരുടെ ഇൻ്റർകോഴ്സ് ചെയ്യാനും ആവശ്യപ്പെടാറുണ്ട്. സക്സസ് റേറ്റ് കൂടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് 3 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. അതിന് ആ സമയം വരെ അവർക്ക് കഴിക്കാനൊരു പ്രൊജസ്ട്രോൺ പോലെയുള്ള ടാബ്ലറ്റ്സ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ചില പേഷ്യൻസിന് കൗണ്ട് തീരെ കുറയുന്ന സമയത്ത് IUI സജസ്റ്റ് ചെയ്യാറില്ലേ? കൗണ്ട് തീരെ കുറവാണെങ്കിൽ ഒരു 10 to 15 മില്യൺ കൗണ്ട് ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ IUI സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് മിക്കവാറും IUIയിൽ കൂടെ തന്നെ മാത്രമേ ചിലപ്പോൾ പോസിറ്റീവ് ആകാറും ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലും നമുക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കാം അല്ലേ? യെസ്.